ഗൈസ്, നമ്മളിന്ന് പോകുന്ന പള്ളിയിലേക്കാണ്. കലാശക്കൊട്ടിന് കരോളിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. പള്ളി ചെന്നപ്പോൾ ഞാൻ പോസ്റ്റ് ആയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറിപ്പുകളെ കിട്ടി. ഹായ് ഗൈസ്, കുറേ നേരം റീൽസ് എടുത്തു, അതും ചെയ്തു ഇതും ചെയ്ത് അവിടെയൊക്കെ നിന്നു. ഇവിടെയൊക്കെ നമ്മുടെ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും സായികയുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ, എല്ലാവരും കേട്ടില്ലേ? എന്നാൽ വേഗം പോയി ചെയ്തോളൂ. ആളുകളെല്ലാം വന്നു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കരോളും. ഏഴെട്ട് ദിവസം നീണ്ടുന്ന കരോളല്ലേ, അതുകൊണ്ട് മാക്സിമം തകർത്തിട്ടുണ്ട്. ബൈ ദ വേ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഞങ്ങളുടെ ലാസ്റ്റ് വീട്ടിലെ ലാസ്റ്റ് കരോളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കരോൾസിനൊക്കെ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ വർഷത്തെ ലാസ്റ്റ് കരോളായതുകൊണ്ട് തന്നെ എത്ര എൻജോയ് ചെയ്യാമോ മാക്സിമം എൻജോയ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കരോളിൻ്റെ എൻഡിലേക്ക് വരുവാണ്. എല്ലാം കഴിഞ്ഞ് താങ്ക്സ് പറയുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളാണെങ്കിൽ പ്ലേറ്റും പൊക്കി പിടിച്ച് നേരത്തെ ഹാജരായിട്ടുണ്ട്. ഓക്കെ, അപ്പം മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം. അപ്പൊ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലച്ഛൻ്റെ വീട്ടിലേക്കാണ്. അവിടെയായിരിക്കും നമ്മുടെ ലാസ്റ്റ് കരോൾ. അപ്പോൾ പെട്ടെന്നായിരുന്നു തീരുമാനമൊക്കെ. എന്തായാലും വൈബൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. എന്തായാലും എടിപിടിന്ന് പ്ലാൻ മാറ്റിയെങ്കിലും നമ്മൾ അടിച്ചു പൊളിക്കുകയാണ് ചെയ്തത്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ആസ് യൂഷ്വൽ നമ്മൾ തകർത്തു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പള്ളിയിൽ വന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് കരോളിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.